ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയുണ്ടല്ലോ, വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം വന്ന് നന്ദുവിനോട് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും അവളുടെ പെരുമാറ്റത്തിൽ എനിക്കൊരു സംശയം തോന്നിയിരുന്നില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ അന്ന് നവീനേട്ടൻ അവളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അത് നടന്നില്ലെങ്കിലും അവളുടെ മുറച്ചിറക്കൻ വീട്ടിലുണ്ടല്ലോ എന്നുള്ളത് രീതിയിലാണ് അവൾ ആലോചിച്ചത് എന്ന കാര്യം നന്ദു പറയുന്നു. ഇതിൻ്റെ പിന്നിൽ അബി അപ്പച്ചു ഉണ്ടോ എന്ന് എൻ്റെ സംശയം എന്ന കാര്യം അനി പറയുമ്പം അവന്തൊക്കെ ഇപ്പോൾ അവരുമായിട്ട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് നന്ദു പറഞ്ഞു. അത് കേട്ടപ്പോൾ എടി എത്ര അടുപ്പമില്ലെന്ന് പറഞ്ഞാലും അമ്മയോ ആങ്ങളെയോ അല്ലേ, അവളുടെ ഭാവി നന്നാകണമെന്നുള്ളൊരാഗ്രഹം അവർക്ക് കാണില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇനിയിപ്പം അനാമികമായിട്ടുള്ള കേസ് നീണ്ടുപോകുന്ന നന്ദു നല്ലതെന്ന് അനി പറയുക എന്ന് വെച്ചാൽ ഡിവോഴ്സ് ഉടനെ വേണ്ടെന്നാണോ എന്ന് ചോദിക്കുമ്പം അതെ, അതങ്ങനെ തന്നെ നീണ്ടു പോട്ടെ എന്ന് അനി നന്ദുവിനോട് പറയുക. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇനി ഒരു കല്യാണത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ പ്രതിയാക്കുമെന്ന് എൻ്റെ സംശയം എന്ന് നമ്മുടെ നന്ദു പറയാം. വേറൊന്നും കൊണ്ടല്ലടാ, നമ്മളെ രണ്ടാളും ഒന്നിച്ചിരിക്കുന്നത് അവന്തിക കണ്ടല്ലോ എന്ന കാര്യം നന്ദു പറഞ്ഞപ്പം കണ്ടയ്ക്ക് കാണട്ടെ, അതിനിപ്പോൾ എന്താ, നീ ഇങ്ങനെ ആടി ആടി നിൽക്കുന്നത് കൊണ്ടാണെന്ന കാര്യം അനി പറയാം. അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനമൊക്കെ രാജിവെച്ചിട്ടേ ഞാൻ നിന്നെയും കല്യാണം കഴിച്ച് വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോയേനേന്നും അനി പറയുന്നു. അങ്ങനെ നിൻ്റെ മുത്തശ്ശനെയും ആദർശേട്ടനെയൊക്കെ വിട്ട് നിനക്ക് ഞാനുമായിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോവാനായിട്ട് പറ്റുമോ എന്ന് നന്ദു ചോദിക്കുമ്പം ഓടിപ്പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ തിരിച്ചു വരാമല്ലോ, എല്ലാം നാറി തണുത്തതിന് ശേഷം അതിനൊന്നിനും ഞാനില്ല അനിയെന്ന് നന്ദു പറയുമ്പം ഇതാണ് കുഴപ്പം, നിൻ്റെ ഈ നിലപാട് കാരണമാണ് ഒരിക്കലും ചേരാത്തൊരു ബന്ധം എനിക്ക് തലയിലെടുത്ത് വെക്കേണ്ടി വന്നതെന്നുള്ള കാര്യം അനി പറഞ്ഞു. നന്ദു അത് ഇനിയും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പാടില്ല എന്ന് പറഞ്ഞില്ല, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അനി എന്ന് നന്ദു അന്നേരം ചോദിക്കുകയാണ്. നീയുമായിട്ട് അടുപ്പമുണ്ടെന്നറിഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി എന്നെ തല്ലിക്കൊല്ലൂ എന്ന് നന്ദു പറയുന്നു. പിന്നെ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ കൊച്ചാകുന്നതെന്ന കാര്യം നന്ദു പറയുന്നു. അവരോടൊന്നും എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റാതെ പോവുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഇതിൽ പറയുവാണ്. പിന്നെ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതുകൊണ്ടാണ് നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയതെന്ന് അനി നന്ദുവിനോട് പറയുവാണ്. അത് നഷ്ടപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നും ഇനി പഴയതൊന്നും ആവർത്തിക്കാനും പാടില്ല, എനിക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ ആ ലൈഫിൽ നീയും വേണമെന്ന് അനി നന്ദുവിനോട് കട്ടായം പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ കഴിയുന്നതുപോലെ ഞാൻ കഴിഞ്ഞോളാമെന്നും അനി നന്ദുവിനോട് പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ അനിയുടെ ഫോണിലേക്ക് കോളും വന്നു. അപ്പോൾ നവീൻ്റെ കോളാണ്. അപ്പോൾ നവീൻ്റെ കോൾ വന്നപ്പം നവീൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിനക്കെന്താ നവീനേട്ടനോടും ഇപ്പം ഇഷ്ടമില്ലാണ്ടായോ എന്ന് ചോദിച്ചു. അവൻ കാരണമല്ലേ ഇപ്പം എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അനി പറയാണ്. അവനിപ്പോൾ അവന്തികയെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ എനിക്കിതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. എടാ നിന്നെപ്പോലെ തന്നെയാണ് നവീനേട്ടനും, അവന്തികയെ അങ്ങേർക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം അനിയോട് നന്ദു പറഞ്ഞു. എന്നെപ്പോലെ ഒരു പോലീസ് ഓഫീസറാണല്ലോ നവീനേട്ടൻ്റെ മനസ്സിൽ, അപ്പോൾ പിന്നെ അവന്തിക വേണമെന്ന് പറയുമോ എന്നൊക്കെ നന്ദു ചോദിക്കുന്നു. നവീനാണെ വിളിച്ചുകൊണ്ടിരിക്കുക, നീ കോൾ എടുക്കാൻ പറഞ്ഞു. അനി എടുക്കുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാണ്. അത് കഴിഞ്ഞ് എന്നെ മെസ്സേജ് അയച്ചു. അപ്പോൾ എന്നെ അവൻ ഉടനെ കാണുന്നു. അവൻ ഇനി എന്തിനാണോ എന്നെ വിളിക്കുന്നത്, ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി അങ്ങ് പോയി. അപ്പോൾ പോകുന്ന അനി തിരിഞ്ഞു നിന്ന് നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം, പലയിടത്തുനിന്നും പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും. മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനും ഒടുവിൽ എനിക്കൊപ്പം ചേരണം നീ എന്ന് അനി പറയാം. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ എന്നും പറഞ്ഞ് നന്ദുവിനോട് വാക്കും കൊടുത്ത് അനി അവിടെ നിന്ന് പോയി. നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അനിയും അതുപോലെ തന്നെ നവീനും കൂടെ കണ്ട് സംസാരിക്കുക. അപ്പോൾ പാർട്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞാൻ നടത്തിയ പാർട്ടിയിൽ എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് നീയാ, എന്നിട്ട് ഇപ്പോഴാണോടാ എനിക്ക് നീ കൈ തരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനല്ലടാ ഞാൻ കൈ തന്നത് എന്ന് നവീൻ. നീ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവല്ലേ, അതിനാണ് ഞാൻ അഭിനന്ദിച്ചത് എന്ന് നവീൻ പറയുന്നു. മനസ്സിലായില്ല എന്ന് അനി. അതെന്താടാ മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ട് എന്ന് നവീൻ ചോദിക്കുക. നിന്റെ അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ഞാൻ വേഗത്തിലാക്കി തരാം എന്ന് ഈ നവീൻ പറയുന്നു. എന്നിട്ട് നീ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ നോക്കാനും പറഞ്ഞു. അപ്പോൾ നിന്റെ മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് നവീൻ പറയാം. അവൾ നല്ല പെൺകുട്ടിയാ അവന്തിക എന്ന് പറയുമ്പം അത് നിനക്ക് ഇപ്പോഴാണോ തോന്നിയതെന്ന് ചോദിച്ചു അനി ദേഷ്യത്തോടെ. അവൾ അത്ര നല്ല പെൺകുട്ടിയാണെങ്കിലേ നിനക്ക് അവളെ കെട്ടിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. അത് അവൾ മോശമായതുകൊണ്ടല്ലടാ, എനിക്ക് അവളെപ്പറ്റി അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് നവീൻ പറയുമ്പം എന്നാൽ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്നും എനിക്കും അവളെപ്പറ്റി അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു അനി. അപ്പോൾ എനിക്ക് ആ ബന്ധത്തെപ്പറ്റി ഒരു താല്പര്യവും ഇല്ലയെന്നും. പക്ഷേ അത് നടത്തുന്ന രീതിയിലാണല്ലോ എന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞത് എന്ന് നവീൻ പറയുമ്പോൾ എടാ എൻ്റെ മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും, പക്ഷേ ഇതെൻ്റെ ലൈഫിൻ്റെ കാര്യമാണ്, അത് ഞാൻ ഒരു കാരണവശാലും തല്ലി തകർക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എടാ അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനൊന്ന് അവളോട് പറഞ്ഞതെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ
അഭി. ഇപ്പം നീയും കൂടെ അങ്ങനെ പറഞ്ഞാലേ അവൾക്കത് വലിയ ഷോക്കാകൂടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് സംസാരിക്കുമ്പം അവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് വലിയ ഷോക്കായിരിക്കുകയാണെന്ന് അനി. എനിക്കാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും പ്രഷറും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എടാ അളിയാ എന്താടാ അവൾക്കൊരു കുറവ്, ദേ എടാ അവളുടെ കുറവെന്താണെന്നേ എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അനി. അപ്പോൾ നവീൻ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. മാക്സിമം അനിയെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണല്ലോ നവീനിൻ്റെ ലക്ഷ്യം. ഇത്രയും ദിവസം ഈ ഒരു വിവാഹമോചന കേസ് അത് നീട്ടിക്കൊണ്ടു പോകാൻ നോക്കിയ നമ്മുടെ നവീൻ ഇനി എത്രയും പെട്ടെന്ന് അത് നടത്തിയെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് നീങ്ങുന്നത്. അങ്ങനെ നവീനോട് ഓരോ ചോദ്യങ്ങൾ തിരിച്ച് നമ്മുടെ അനി ചോദിക്കുമ്പം എടാ അവൾ MBA കഴിഞ്ഞതല്ലേ, അപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD ആണ് നീ, അങ്ങനെ ഒരു പെൺകുട്ടിയല്ലേടാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗം. എടാ ഈ ലോകത്തുള്ള സകല പെൺകുട്ടികളെ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ അമ്മ ആലോചിക്കുന്നുണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് ആർക്കെങ്കിലും നീ പിടികൊടുത്തോ എന്ന് അനി ചോദിക്കുന്നു. പിന്നെ ദേ വിവാഹം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നിനക്ക് അവന്തികയെ വേണ്ടതാണോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്ന് അനി നവീനോട് പറയുക. എന്നിട്ടും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും കൂടെ എന്നും അനി പറയുമ്പോൾ എടാ നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ ചിലപ്പോൾ നടക്കണമെന്നൊന്നും നിർബന്ധമില്ല, നമ്മൾ ചിന്തിക്കുന്നതൊന്ന് നടക്കുന്നത് മറ്റൊന്നായിരിക്കുമെന്നും നവീൻ ഇങ്ങനെ പറഞ്ഞു. ചിലരുടെയൊക്കെ പിന്നാലെ നമ്മൾ ഒരുപാട് നടക്കും, നടന്ന് ചെരുപ്പ് തേയത്തേ ഉള്ളൂ, പക്ഷേ അവരായിരിക്കില്ല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലടാ എന്ന് പറഞ്ഞു അനി. അത് നീ എന്നോട് തന്നെ പറയണോടാ എന്ന് മനസ്സിലെന്നായിരുന്നു നവി. ദയവ് ചെയ്ത് നീ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും നീ ഇപ്പോൾ ഡിവോഴ്സ് നീണ്ടുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും അനി പറയാം. ആ ഒരു കാരണം പറഞ്ഞെങ്കിലും എനിക്ക് അവന്തികയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാവല്ലോ എന്നും അനി പറയുന്നു. ഓഹോ നിന്നോട് നേരത്തെ പറഞ്ഞതാ എങ്ങനെയെങ്കിലും എന്നെ അവന്തിക്ക് ഒന്ന് വേർപെടുത്തി തരണമെന്നുള്ളത്, എന്നിട്ടും കുറച്ച് പ്രയാസമാണെന്ന് നീ അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന കാര്യം അനി പറയാം. അങ്ങനെയുള്ള നീയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഞാൻ അവന്തികയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്നെ ഡിവോഴ്സ് നടത്തി തരാമെന്ന്. നിനക്കിങ്ങനെ ഇരട്ടത്താപ്പുണ്ടെന്നൊന്നും ഞാൻ കരുതിയില്ല എന്ന് നമ്മുടെ അനി പറയുമ്പോൾ എടാ എനിക്ക് ഒരു ഇരട്ടത്താപ്പും ഇല്ല, ഞാൻ നിന്റെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്ന് നവീൻ അനിയോട് പറയാം. പിന്നെ അല്ല ഇക്കാര്യം നീ നന്ദുവിനോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാനെന്തിനാ ഇതൊക്കെ നന്ദുവിനോട് പറയുന്നത് എന്ന് അനി ചോദിക്കുക നവീനോട്. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഞാൻ ആദർശേട്ടനോട് പറയാറാണ് പതിവ്, പിന്നെ നിന്നെ പോലുള്ള ഫ്രണ്ട്സിനോടും പറയുമെന്ന് പറഞ്ഞു. അല്ല അവൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാന്ന് ചോദിക്കുമ്പം ബെസ്റ്റ് ഫ്രണ്ടൊക്കെ തന്നെയാണ്, പക്ഷേ അവളിപ്പോൾ ഭയങ്കര തിരക്കിലല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ അവളെ അങ്ങനെ ശല്യം ചെയ്യാറൊന്നും ഇല്ല എന്നും പറഞ്ഞു. ഓഹോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. കുറച്ച് ദിവസമായി അവന്തിക ശൃംഗാരം തുടങ്ങിയിട്ട്, അപ്പോഴൊന്നും ഞാൻ കരുതിയില്ല അവളുടെ ഉള്ളിലെ ഇതാണെന്നുള്ളത്, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനാണെങ്കിൽ അവളെ എൻ്റെ അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഇനി എൻ്റെ ഭാര്യയായിട്ട് കാണാമെന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അനി. അതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ നവീൻ നിൻ്റെ ഡിവോഴ്സ് ഞാൻ നടത്തി തരാടാന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി വ്യക്തതയുള്ള ഫോട്ടോ സേവിയർ സെൻഡ് ചെയ്തിട്ടുണ്ട്, നീ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയനയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കറക്റ്റ് ഫോട്ടോ കിട്ടി. അപ്പോൾ എന്തെങ്കിലും മുഖപരിചയം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, പക്ഷേ എവിടെ വെച്ചാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് ആദർശ് പറയാം. ആളെ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് കുഴപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറയുന്നു. ആദർശ് നേരം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇയാൾക്ക് അഭിയുമായിട്ട് എന്താണ് ബന്ധമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അവൻ്റെ ഗോഡ് ഫാദർ ഡേവിഡൊന്നുമല്ല, ഇയാളാണെന്നുള്ള കാര്യം പറഞ്ഞ് നിൻ്റെ ചേച്ചിയൊക്കെ ഇയാൾ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന പോലും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവനൊക്കെ പണം ഉണ്ടാക്കുന്നത് സ്വർണ്ണക്കടത്തിലൂടെ മാത്രമായിരിക്കണമെന്നില്ല, മനുഷ്യക്കടത്തും ഇവൻ്റെയൊക്കെ ബിസിനസ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറഞ്ഞു. അങ്ങനെ ഒരു റാക്കറ്റിൻ്റെ മുന്നിലേക്കാണ് നിൻ്റെ ചേച്ചി ഇന്ന് പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അത് നമ്മൾ പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞു നയന. ഇനി പറയാനൊന്നും നോക്കണ്ട, നിന്റെ അമ്മ അഭിയുടെ ചതിയെപ്പറ്റി വ്യക്തമായി അവളോട് പറഞ്ഞതാ, എന്നിട്ട് അവൾ അതേപ്പറ്റി അന്വേഷിക്കാൻ പോലും ഒന്നും തയ്യാറായില്ല എന്നും അതിനവൾ അനുഭവിക്കട്ടെ എന്നും ആദർശ് പറയുക. എന്നാലും ചേച്ചിക്ക് എന്നോട് സ്നേഹമുണ്ട് ആദർശേട്ടാ, ആ സ്നേഹത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് ആദർശ് നയനയോട് പറയുന്നു. AN ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുക, നവ്യ അവരുടെ മോഡൽ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ള കാര്യവും ആദർശ് പറയണു. നീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് പോലും അതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നും പറഞ്ഞ് ഇപ്പോൾ തന്നെ നമ്മുടെ ജ്വല്ലറി വിജയിച്ചത് നീ കാരണോ, അപ്പോൾ നിൻ്റെ ഡിസൈനാ നമ്മളെ രക്ഷിച്ചതെന്നും ആദർശ് നയനയോട് പറയണു. പിന്നെ അതുകൊണ്ട് നിന്നെ വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും ഇനി ഉണ്ടായെന്ന് വരും, അത് നമ്മൾ കരുതിയിരിക്കണമെന്നും ആദർശ് നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആദർശ് വീണ്ടും ഈ ഫോട്ടോയിലേക്ക് നോക്കി ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ അനി നേരെ നന്ദുവിനെ കാണാനാണ് ചെല്ലുന്നത്.
അത് അവന്തികയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന്തിക നല്ല കുട്ടിയാനി, അവളെപ്പറ്റി ആദർശനും നയനച്ചിക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഉള്ളതെന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ട് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല എന്നും നന്ദു പറയുമ്പം എവിടെ ചെന്ന് നിന്നാലും ശരി, ഞാൻ നിൽക്കുന്നിടത്ത് നീയും ഉണ്ടാകണമെന്ന് അനി പറയുക. അത് നമ്മൾ തമ്മിലുള്ള കരാറാണെന്നൊക്കെ പറയുമ്പം അതൊക്കെ എനിക്കറിയാം, പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന പലരും ഉണ്ടല്ലോ നമുക്ക് ചുറ്റിനുമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നവർ ചുറ്റിനും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രഹസ്യത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരുമെന്ന് അനി നന്ദുവിനോട് പറയുന്നു. നിനക്കതിന് സമ്മതമാണോ എന്നും ചോദിച്ചു. നന്ദു ഭയങ്കര ധർമ്മസങ്കടത്തിലായി. എൻ്റെ മനസ്സ് വല്ലാതെ കിടന്ന് വേദനിച്ചിരിക്കുക. നിനക്കൊപ്പം കുറച്ച് സമയമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ചിലവിടണമെന്നൊക്കെ പറയുമ്പോൾ എടാ എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എടാ എന്താ പറ്റാത്തതെന്ന് ചോദിച്ചു. നീ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നും നിനക്ക് ഒരുപാട് കാരണങ്ങൾ പറയാമല്ലോ നിന്റെ അച്ഛനോടും അമ്മയോടും വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ടെന്ന് പറയുമ്പം അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സൺഡേ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എടി പോലീസുകാർക്ക് സൺഡേ ഹോളിഡേ ഒന്നും അല്ലല്ലോ, അന്ന് തിരക്കുണ്ടെന്ന് നീ വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഞാൻ നിന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറൊരാൾ വന്ന് യാദൃശികമായിട്ട് കണ്ട. അയാൾ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുക. എടാ നമ്മൾ ഇതുപോലെ ഒന്നിച്ചിരിക്കാൻ വേണ്ടി പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതല്ല അയാൾ അപ്പുറം മാറി നിന്ന് കേൾക്കുക കേട്ടോ. അങ്ങനെ ഇവർ സൺഡേ എങ്ങോട്ടോ മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും നന്ദു സമ്മതിച്ചില്ല. പിന്നെ അനിയുടെ ആ ഒരു നിർബന്ധം കാരണം നന്ദു വരാമെന്ന് സമ്മതിച്ചു. പിന്നെ നന്ദുവിൻ്റെ തലവേദനയുള്ള ജോലിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. പിന്നെ കാണിക്കുന്ന നയനയാട്ടോ. നയന ഇങ്ങനെ അവിടെ ഇരിക്കുക. നയന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ ദേവയാനിയൊക്കെ വന്നിട്ടുണ്ട്. അനാമികയായിട്ട് അനിക്ക് ഒരു ബന്ധമില്ലെന്നും പറഞ്ഞാലും ശരി, അനിയുടെ ഇനിയുള്ള കെട്ട് രണ്ടാം കെട്ടാണെന്ന് ദേവയാനി അവിടെ ഇരുന്ന് പറയുന്നു. ആ ഒരു നിലയ്ക്ക് അവന്തികയെ പോലെ ഒരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതല്ലേ മോളെ നല്ലതെന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പം അത് തന്നെയാമേ ഞാനും ആദർശേട്ടനൊക്കെ പറയുന്നതെന്ന് നയന പറഞ്ഞു. നിങ്ങൾ രണ്ടാളും അവനെ നിർബന്ധിക്കണമെന്ന് മുത്തശ്ശി, അവൻ്റെ മുത്തശ്ശനും കുട്ടികളെ ഒന്നിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നന്ദു എപ്പോഴും അനിയുടെ മനസ്സിലുണ്ടോ എന്നാണ് ഞങ്ങളുടെ സംശയമെന്ന് മുത്തശ്ശി പറയുക. അപ്പം നന്ദുവിനോട് മോള് ഇടയ്ക്ക് അതേപ്പറ്റിയൊക്കെ വല്ല സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് നന്ദു പറയുന്നതെന്ന കാര്യം നയന ഇവരോട് പറഞ്ഞു. പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ എന്ന് ചോദിച്ചു. അനിയുമായിട്ട് പഴയ ബന്ധം അവൾ തുടരുകയാണെങ്കിൽ അച്ഛനും അമ്മയും അവളെ കൊല്ലുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് നയന പറയാം ഇവരോട്. എങ്കിലും അവർ തമ്മിൽ ഇപ്പോഴും അടുപ്പുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസമെന്നും നയന പറയുമ്പം അനിയുടെ മനസ്സ് എനിക്കറിയാം. ആദർശിനെ പോലെ തന്നെയാണ് മോളെ അവനും. ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന കാര്യവും പറഞ്ഞു. നന്ദുവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അവൾ പഠിക്കുന്ന കാലത്ത് പോലും ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. ആദ്യമായിട്ട് അവളുടെ മനസ്സൊന്ന് ചാഞ്ഞു പോയത് അനിയിലേക്കാണെന്ന കാര്യം നയന ഇങ്ങനെ ഇവരോട് പറയും. അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് എനിക്കും ജയേട്ടനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്കാണോ ആഗ്രഹം ഇല്ലാതിരുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു. അത് പറയാനായിട്ടല്ലേ ഞാനും ഒരു മുത്തശ്ശനും കൂടി മോളുടെ അച്ഛനെയും അമ്മയും കാണാനൊക്കെ ആയിട്ട് പോയത്. അവിടെ വെച്ച് കനകയും ഗോവിന്ദനും അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തില്ലേന്ന് ചോദിച്ചേ. പിന്നെ അതോടെ ഇനി അനിയുടെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് മോളുടെ അച്ഛനും അമ്മയ്ക്കും അനിയുടെ മുത്തശ്ശൻ വാക്ക് കൊടുക്കുകയും ചെയ്തെന്നുള്ള കാര്യവും പറയുക. അപ്പം ഞാനും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ദേവയ്ക്ക് അറിയാലോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുന്ന കൂട്ടത്തിലല്ല അനിയുടെ മുത്തശ്ശനുള്ളത്. അല്ലെങ്കിലും നയനമോളുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലാത്ത ബന്ധം നമ്മൾ വേണമെന്ന് പറയുന്നത് തെറ്റുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് മാത്രമല്ലമ്മേ, നവീൻ്റെ മുന്നിൽ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് അവന്തിക മോള് നിന്നത്. എന്നിട്ട് ആ ഒരു ബന്ധം നടന്നില്ല. ഇനിയിപ്പോൾ അവൾക്ക് അനിയുമായിട്ടുള്ള ബന്ധം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണുനീര് നമുക്ക് കാണേണ്ടി വരുമെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ സാഹചര്യം അതായതുകൊണ്ട് ഉറപ്പായിട്ടും അനിയും അവന്തികയുമായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും മുത്തശ്ശനോട് പറയണം അനിയും അവന്തികയുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന്. അങ്ങനെ ഇവർ പറയുക. പിന്നെ ഈ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ നന്ദുവിന് നിങ്ങൾ ആരും വലിച്ചിടാൻ നിൽക്കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ആ ഒരു പ്ലാനും പദ്ധതി ഒരുക്കി അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവന്തിക ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ അവന്തിക സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അഭി വന്നു. നമ്മൾ സംശയിച്ചത് ശരിയാണ്, നന്ദു അനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോഴത്തേക്ക് അവധിക്ക് പിന്നെ ആദ്യം കൂടി വിവാഹാലോചനയൊക്കെ ഇവിടെ മുറുകിയത് കൊണ്ട് ഇനിയിപ്പോൾ രണ്ടാളും കൂടി ഒളിച്ചോടാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ അഭി ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഏട്ടാ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അവന്തിക പറഞ്ഞപ്പം അതെ അതുകൊണ്ട് തന്നെ ഇനി ജീവിച്ചിരിക്കരുത് നന്ദു എന്ന് ഈ അഭി പറയണു അവന്തികയോട്. പിന്നെ അവളെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണമെന്നും പറയാണ്. അത് നിന്റെ കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല എന്നെ അവൾ ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചതാണെന്നും അഭി പറയുക. അതൊന്നും ഞാൻ മറന്നിട്ടില്ല മോളെ, മറക്കുകയില്ല എന്നും പറഞ്ഞ് നീ വിഷമിക്കൊന്നും വേണ്ട. അവൾ നിനക്കൊരു എതിരാളി ആവില്ല.
നമ്മുടെ അച്ഛനാണ് നിന്നോട് പറഞ്ഞത് അനിയെ വിട്ട് കളയരുത് എന്നുള്ളത്. നീയും അനിയും തമ്മിൽ ഒന്നിക്കണമെന്ന് അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യവും പറയണു. ആ ഒരാഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ആരായിരുന്നാലും ശരി, അവരെ അച്ഛനും ഞാനും ഒന്നും വെച്ചു പൊറപ്പിക്കത്തില്ല മോളെ എന്ന് അഭി പറഞ്ഞു കൊടുക്കാം. അനിയുടെ മുന്നിൽ ഒന്ന് തോൽക്കേണ്ടി വന്നപ്പോൾ പോലും ഞങ്ങൾ എല്ലാവരും ഒന്ന് ആശ്വസിച്ചതേ അവനാണല്ലോ നാളെ നിന്നെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അവന്തേക്ക് ഇങ്ങനെ നിൽക്കുക. അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ നന്ദുവിൻ്റെ ജീവിതം തീർന്നൊന്ന് നീ കൂട്ടിക്കോളാനും അനിയത്തിക്ക് ഓഫറുകൾ അല്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.